നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇടക്കാല ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിക്കുക. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തുന്ന സർക്കാരാണ് പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കർഷകരെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കാം. ആദായ നികുതി ഇളവ്, ക്ഷേമ പദ്ധതി തുടങ്ങിയവയിലും നിർണായക പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നടത്തിയേക്കും. വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നിർമ്മല സീതാരാമൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ നാരീശക്തി മുദ്രാവാക്യം ഉയർത്തുന്ന സർക്കാർ വനിതകളെ ലക്ഷ്യമിട്ട് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബജറ്റ് സമ്മേളനം തുടങ്ങിയ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും നാരീശക്തിയെപ്പറ്റി ഊന്നിപ്പറഞ്ഞിരുന്നു. കർഷകരുടെ പ്രതിഷേധം ഏറെ കണ്ട സർക്കാരിന്റെ കാലാവധിയാണ് അവസാനിക്കാനിരിക്കുന്നത്. കർഷകരെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്കും ഇന്നത്തെ ബജറ്റിൽ സാധ്യതയുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നതുവരെയുള്ള നടപടിക്രമം മാത്രമായിരിക്കും ഇടക്കാല ബജറ്റ് എന്ന് പറയുമ്പോഴും ആദായ നികുതിയിൽ ഉൾപ്പെടെ ഇളവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 2019 ഒന്നാം മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി പീയൂഷ് ഗോയൽ വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. കർഷകർക്ക് 6000 രൂപ അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതിയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 40,000 രൂപയിൽ നിന്ന് 50,000 ആക്കിയതും ഈ ഇടക്കാല ബജറ്റിലായിരുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലുള്ള വനിതാ കർഷകർക്ക് 6000-ലധികം രൂപ സഹായം ഇരട്ടിയാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷം പാരീസ് ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നതിനാലും കായിക താരങ്ങളുടെ പിന്തുണ ഉറപ്പിക്കുകയും ലക്ഷ്യമിട്ട് ഈ രംഗത്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം.